നമ്മൾ വെറും ഓട് എന്ന് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, എന്നാൽ ഇതിൽ എത്രയധികം വെറൈറ്റികൾ ഉണ്ടെന്ന് നോക്കിക്കോളൂ. ഈ ഡിസ്പ്ലേയിൽ കാണുന്നത് മുഴുവൻ പല വെറൈറ്റിയിൽ വരുന്ന ഓടുകളാണ്. ഈ ഗ്ലേസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ വളരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതേപോലെ കളറും പ്രൊട്ടക്റ്റഡ് ആണ്. സാധാരണ നമ്മൾ ഓടിന് ഒരു പെയിന്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ അത് റീപെയിന്റ് ചെയ്യേണ്ടി വരും. ശരി, പക്ഷെ ഇതിന് ആ ഒരു പ്രശ്നം വരില്ല. ഇത് ചെറിയ തരികൾ അത് ഇതിന്റെ മുകളിൽ കൃത്യമായിട്ട് ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതങ്ങനെ പെട്ടെന്ന് മഴ പെയ്യുന്ന സമയത്ത് ഇത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇതിന്റെ കളർ ഫെയ്ഡ് ആവുകയോ ഒന്നും ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല. നല്ലൊരു പോയിന്റ് ആണ്. വലിയ വെയിറ്റ് കയറാത്ത രീതിയിൽ നിങ്ങൾക്ക് അപ്സ്റ്റെയർ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റ് ഉപയോഗിച്ചാൽ സ്ക്വയർ ഫീറ്റ് ഒരു 400 ഗ്രാം ഒക്കെയാണ് വെയിറ്റ് വരിക. ഷിംഗിൾസിന് ഒരു പ്യൂർലി ഒരു അമേരിക്കൻ ലുക്കാണ്. ശരി ഒരു നിങ്ങൾ വിരിച്ച വീടുകൾ കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും. പക്കാ ഒരു 3D ലുക്കാണ്. കുറച്ചും കൂടെ ഒരു ഐ ക്യാച്ചിങ് ആയിട്ടൊരു നാച്ചുറൽ ലുക്കിംഗ് ഉള്ള ഒരു കളേഴ്സാണ്. അല്ലെങ്കിൽ വലിയൊരു ലിവിങ് ഏരിയ അല്ലെ വലിയൊരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും സജസ്റ്റ് ചെയ്യുക സാൻഡ്വിച്ച് പാനലാണ്. കാരണം ഷീറ്റിനെ പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പോകാനും പറ്റും, എന്നാൽ ചൂട് വളരെ നല്ല രീതിയിൽ ചെറുക്കാനും പറ്റും. നമസ്കാരം, വീടുകളെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ഓടിട്ട വീടുകളൊക്കെ ഇപ്പോൾ ട്രെൻഡ് ഔട്ട് ആയില്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ സാധാരണ കണ്ടുവന്നിരുന്ന ട്രഡീഷണൽ ഓടുകളൊക്കെ ട്രെൻഡ് ഔട്ട് ആയിട്ട് പുതിയ കിടിലൻ ഓടുകളാണ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. സെറാമിക് റൂഫ് ടൈലുകൾ എന്നാണ് ഇത്തരത്തിലുള്ള ഓടുകളെ വിളിക്കുക. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു കിടിലൻ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള സെറാമിക് റൂഫ് ടൈലുകളാണ്. ഒരു നോർമൽ ഓട് വിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു പെർഫെക്ഷനോ ഫിനിഷിങ്ങോ കിട്ടൂല. മാത്രമല്ല ഈ ഓട് വിരിക്കുന്ന അത്രയും ഡ്യൂറബിൾ ആയിട്ട് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് നമുക്ക് ഒരിക്കലും വേറൊരു ടൈപ്പ് നോർമൽ ഓടുകളെ കൊണ്ടുവരാൻ സാധിക്കില്ല. അതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സെറാമിക് ഓടുകൾ. ഈ നോർമൽ ഓടുകളും സെറാമിക് ഓടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇനി ഓടല്ലാതെ വേറെ എന്തെങ്കിലും ആൾട്ടർനേറ്റ് സൊല്യൂഷൻ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള മെറ്റീരിയൽസും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. വീട് വയ്ക്കുന്ന എല്ലാ ആളുകൾക്കും മൈ ബെറ്റർ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിക്കും ഒരുപാട് ട്രെൻഡുകൾ സെറാമിക് ഓടുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വീട്ടിൽ വിരിച്ചിരിക്കുന്ന മോഡൽ ഈ ഒരു സ്റ്റൈലിൽ വരുന്ന മോഡലാണ്. അതിൽ തന്നെ ഈ ഒരു ഫിനിഷ് നോക്കുക, ഇതിനെയാണ് ആൻറ്റിക് റെഡ് ഫിനിഷ് എന്ന് പറയുക. ഈ ഒരു ഫിനിഷിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പെയിൻറ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. റെഡി ടു യൂസ്ഡ് ആയിട്ട് കമ്പനി പുറത്തിറക്കുന്ന ഒരു ഫിനിഷാണിത്. ഈ കയ്യിലിരിക്കുന്നത് ജാപ്പനീസ് മോഡലാണ്. കുറച്ച് വെറൈറ്റി ഇല്ലേ, നോർമൽ റോഡിനേക്കാളും സ്റ്റൈലൊക്കെ മാറി സൈസൊക്കെ മാറി ഒരു വെറൈറ്റി ഫിനിഷിൽ വരുന്ന മോഡലാണ് ജാപ്പനീസ് മോഡൽ. ഇതുപോലെ ഒരുപാട് കിടിലൻ ഐറ്റംസ് ഓടുകളിൽ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. റൂഫിങ്ങിനെ കുറിച്ച് എന്ത് വെറൈറ്റി കണ്ടാലും ഞാൻ ആദ്യം വിസിറ്റ് ചെയ്യുന്ന സ്ഥലം KPG റൂഫിങ്സ് ആണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂഫിംഗ് പ്രൊഡക്റ്റുകളിൽ അത്രയധികം വെറൈറ്റികൾ ഇവരുടെ കയ്യിൽ ഡിസ്പ്ലേ ഉണ്ടാവും. നമ്മൾ എപ്പോൾ വന്നു കഴിഞ്ഞാലും ആ സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് സാധനം ഇവിടെ ഇതേപോലെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടാവും. ഈ കാണുന്നത് ഡിസ്പ്ലേ ആണ്, അകത്ത് ഡിസ്പ്ലേ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ ഗോഡൗൺ ഉണ്ട്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇതിലും നല്ലൊരു സ്ഥലം വേറെയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് റൂഫിംഗ് സൊല്യൂഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ, ഓടോ ഷീറ്റോ സാൻഡ്വിച്ച് പാനലോ ഷിംഗിൾസോ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റുകൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. 2 പ്രൊഡക്റ്റ് എടുത്താൽ രണ്ടിനും 2 ക്വാളിറ്റി ആയിരിക്കും അല്ലേ? ആ 2 ക്വാളിറ്റി നമുക്ക് പരസ്പരം കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ ഏതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം KPG റൂഫിങ്സ് ആണ്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് KPG റൂഫിങ്സിൽ വെച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് റൂഫിംഗ് സൊല്യൂഷനെ കുറിച്ചാണ്. നമ്മൾ വെറും ഓട് എന്ന് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ, എന്നാൽ ഇതിൽ എത്രയധികം വെറൈറ്റികൾ ഉണ്ടെന്ന് നോക്കിക്കോളൂ. ഈ കാണുന്ന ഓട് ഫ്രഞ്ച് ആണ്. ഫ്രഞ്ച് സീരീസിൽ വരുന്ന ഫ്രഞ്ച് മോഡലാണ്. ഫ്രാൻസിൽ നിന്നാണ് അത് വരുന്നത്. ഈ കാണുന്നത് ഇന്തോനേഷ്യൻ ഓടുകളാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ഓടുകളാണ്. അടിഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ കാണുന്ന ഒരു തുർക്കിഷ് മോഡലാണ്. ഇതിൻ്റെ സർഫസ് ഫിനിഷ് തന്നെ നോക്കിയാൽ നമുക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത തരത്തിലാണ് അത് തുർക്കിഷ് മോഡൽ ഐറ്റംസ് വരുന്നത്. തുർക്കിഷ് മോഡൽ എന്ന് പറയുമ്പോൾ കുറേ കൂടെ യൂറോപ്യൻ ടച്ച് വരുന്ന ഓടാണ് ഇവിടെ വരുന്നത്. ഇത് സീലിംഗ് ഓടാണ് ഈ ഭാഗത്ത് വരുന്നത്. ഇനി നേരെ നിങ്ങൾ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ കാണുന്നത് മുഴുവൻ പല വെറൈറ്റിയിൽ വരുന്ന ഓടുകളാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ ആദ്യമേ പറഞ്ഞ റൂഫിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത്രയധികം വെറൈറ്റികൾ നിങ്ങൾക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ആരെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ കൂടെ ഉള്ളത് KPG റൂഫിങ്ങിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ പരിചയപ്പെടുത്താൻ ഏറ്റവും ബെസ്റ്റ് ആൾ പുള്ളി തന്നെയാണ്. കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ആളാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. ശരിക്കും എന്താണ് ഈ സെറാമിക് ഓട് എന്നുള്ള കാര്യം സിമ്പിളായിട്ടൊന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ, നമ്മുടെ നോർമൽ ഒരു സെറാമിക് റൂഫ് ടൈൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന് 2 പാർട്ടാണുള്ളത്. ഒന്ന് നമ്മുടെ ഫിനിഷിങ് വരുന്ന ബോഡി പാർട്ട്, അതേപോലെ ഫ്രണ്ടിൽ വരുന്ന ഗ്ലേസ്ഡ് ഫിനിഷ്, ഇതിൻ്റെ സർഫസ് ലെവൽ. അതെ,
അപ്പോൾ ഇതിൻ്റെ ഈ ബോഡിയിൽ വരുന്നത് ശരിക്കും നമ്മളുടെ ചീടിമണ്ണ് അല്ലെങ്കിൽ വൈറ്റ് ക്ലേ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. വൈറ്റ് ക്ലേ പോർസലിൻ, ചീടിമണ്ണ് എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽ. പുറത്തേക്ക് വരുന്നത് നമ്മുടെ നോർമൽ ഗ്ലേസിംഗ് ആണ്. ഫ്ലോർ ടൈലിലൊക്കെ കാണുന്ന രീതിയിലുള്ള GVT ഉണ്ടല്ലോ, അതിൽ വരുന്ന ഗ്ലേസ്ഡ് ഫിനിഷിംഗ്. ഈ ഗ്ലേസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ വളരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. 0 to 6% ആണ് ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നുള്ളൂ. വെറാസ് നോർമൽ ടൈൽസിൽ അത് 25% മുതൽ 50% വരെ വരുന്നുണ്ട്. സാധാ ഓടൊക്കെ ആവുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് അത് വലിച്ചെടുക്കും. അതെ, ഇതിന്റെ ഈ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങൂല. അതേപോലെ കളറും പ്രൊട്ടക്റ്റഡ് ആണ്. സാധാരണ നമ്മൾ ഓടിന് ഒരു പെയിന്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ അത് റീപെയിന്റ് ചെയ്യേണ്ടി വരും. ശരി, പക്ഷെ ഇതിന് ആ ഒരു പ്രശ്നം വരില്ല. കളർ ലൈഫ് ലോങ് തന്നെ കിട്ടും ഓൾമോസ്റ്റ്. ശരി. ഇതിൽ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ കാണുന്നുണ്ട്. അതെ, അപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് പല ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? സത്യം പറഞ്ഞാല് ഇപ്പോ ഇതിപ്പോ രണ്ട് റൂഫ് ടൈൽസ് ആണ്. ഇതിപ്പോ കാണുന്ന സമയത്ത് രണ്ടും ഒരേ കാറ്റഗറിയാണ്, സെറാമിക് കോഡാണ്. പക്ഷെ ഇത് കാണുന്ന സമയത്ത് ഒരാൾക്ക് ഒരു വ്യത്യാസം തോന്നൂല. ഫോട്ടോയിലോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ നേരിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതിന്റെ പെയിന്റിന്റെ ഫിനിഷിങ്ങിലാണെങ്കിലും ഇതിന്റെ ഓരോ ഡെഫിനിഷൻസിലാണെങ്കിലും ഇതിന്റെ ഓവറോൾ ലുക്കിലാണെങ്കിലും ഒക്കെ ഏതോ ഒരു ചൈനയുടെ ബ്രാൻഡിൽ ചൈനീസ് ബ്രാൻഡാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സർഫസ് നിങ്ങൾ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടോ അറിയില്ല, സർഫസ് ഭയങ്കര കുനുകുനാന്നുള്ള രീതിയിൽ അൺഡുലേറ്റഡ് ആയിട്ടുള്ള സർഫസ് ആണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ആണ്. പിന്നെ കളറും ഇതിന്റെ കുറച്ചും കൂടി ഒരു സെമി ഗ്ലോസി ഫിനിഷ് ആണ് വരെ. ഇത് പക്ക ഗ്ലോസി ഫിനിഷിലേക്കാണ് വരുന്നത്. പക്ക ഗ്ലോസി ആവുമ്പോൾ കാണാൻ കൊള്ളൂല. ഇത് കുറച്ചുകൂടെ ഒരു ലുക്ക് ഉണ്ടാവും, കുറച്ചുകൂടെ ഒരു ലുക്ക് ആയിരിക്കും. അതെ. പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ക്ലേ ബോഡിയിലാണെങ്കിലും അതിന്റെ ബാക്ക് സൈഡ് ഇതിന്റെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള വൈറ്റ് ക്ലേ ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഈ മെറ്റീരിയൽ മാറ്റം ഉണ്ടാവും. അതെ, ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ്. ഇത് ചൈനീസ് പേരുകളാണ് കാണാം, ഇവിടെ മെയ്ഡ് ഇൻ ഇന്ത്യ കാണാൻ പറ്റും. ഇത് പൂർണ്ണമായിട്ടും ചൈനയിൽ ഉണ്ടാക്കിയിട്ട് വരുന്ന ഒരു ലോക്കൽ പ്രൊഡക്റ്റ് ആണ്. എന്നാൽ ഇന്ന് ഇതൊരു ബ്രാൻഡിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു വ്യത്യാസം സാധനം നേരിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാഴ്ചയിൽ ഇത് കണ്ട് മനസ്സിലാക്കുക വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ എപ്പോഴും ഞാൻ പറയാറുള്ളത്, നമ്മളൊരു സ്ഥാപനത്തിലേക്ക് വന്ന് സൂര്യ വെളിച്ചത്തിൽ ഈ സാധനം കണ്ട് നമ്മളൊന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് എല്ലാ മോഡൽസും കമ്പയർ ചെയ്ത് നമ്മൾ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ പറയുള്ളൂ. അതേ രീതിയിൽ രണ്ട് കയ്യിലും പ്രൊഡക്റ്റ് എടുത്ത് വെച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യണം. സാധാരണ എല്ലാവരും പറയാ നിങ്ങൾ കടയിലേക്കൊന്നും വരണ്ട, ഓൺലൈനിൽ തന്നെ ഓർഡർ ചെയ്തോന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നത് ഓൺലൈനിൽ ഓർഡർ തിരിച്ചാണ്, നേരെ ഷോറൂമിലേക്ക് വന്നു എന്നുള്ളതാണ്. ഓൺലൈനിൽ നിങ്ങൾ ഓർഡർ ചെയ്തോ, പക്ഷെ അതിന് മുമ്പ് കടയിൽ വന്നിട്ട്, അതായത് ഒരു വീടിന് ഓർഡർ എടുക്കുക എന്ന് വെച്ചാൽ ഒരു 1000-2000 സ്ക്വയർ ഫീറ്റിന് ഏകദേശം 1 ലക്ഷം രൂപ എക്സ്പെൻസ് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ 1 ലക്ഷം രൂപയുടെ ഒരു പർച്ചേസ് നമ്മൾ എന്തെങ്കിലും ഒരു പരസ്യം കണ്ട് ചെയ്യുന്നതിനേക്കാളും ഒന്ന് ഷോറൂമിലേക്ക് വന്ന് ഇവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും കണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര ഷോറൂമുകളുണ്ട് കേരളത്തിൽ? നമുക്ക് ടോട്ടൽ 44 ഷോറൂമുകളുണ്ട്. കേരളത്തിൽ 30 ഷോറൂമുകളുണ്ട്. പിന്നെ കർണാടക, തമിഴ്നാട്, ഹൈദരാബാദ്, ഇങ്ങനെയാണ് ബാക്കി ഷോറൂമുകൾ വരുന്നത്. ഈ ആളുകളുടെ ഷോറൂം വീടുകളുടെ അടുത്ത് എവിടെയുള്ളതെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമുക്ക് ഏകദേശം കേരളത്തിൽ ഒരു 30 കിലോമീറ്ററിലൊക്കെ ഓരോന്ന് വെച്ചിട്ട് ഷോറൂം ഉണ്ട്. ഇനി ഗൂഗിൾ മാപ്പിൽ അടിച്ചാൽ KPG റൂഫിംഗ്സ് അടിച്ചാൽ തൊട്ടടുത്തുള്ള ഷോറൂം കാണാൻ പറ്റും. കസ്റ്റമർ കെയറിൽ അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ കിട്ടും. അവരുടെ തൊട്ടടുത്ത ഷോറൂമിലേക്ക് അവർ കണക്ട് ചെയ്ത് കൊടുക്കും. അതെ, ഓടല്ലാതെ വേറെയും പ്രൊഡക്റ്റുകൾ റൂഫിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ പ്രധാനപ്പെട്ട ഒരു കിടിലം പ്രൊഡക്റ്റാണ് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റുകൾ. ഇതിന് മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. ഒരു അലുമിനിയവും സിങ്കിൻ്റെയും കൂടെ ഒരു മിക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരിക. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനൊരു ഷീറ്റായിട്ടാണ് ഈ പ്രൊഡക്റ്റ് ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ മുകൾ ഭാഗം, ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം. KPGയുടെ തന്നെ ബ്രാൻഡിങ്ങിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഈ ഷീറ്റിന് നല്ല തിക്നെസ് ആണ് ഉണ്ടാവുക. മാത്രമല്ല ഇതിൻ്റെ മുകളിൽ കാണുന്നതൊക്കെ ചെറിയ ചെറിയ സെറാമിക് ഗ്രാനുൾസ് ആണ്. ഗ്രാനുൾസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ തരികൾ. അത് ഇതിൻ്റെ മുകളിൽ കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതങ്ങനെ പെട്ടെന്ന് മഴ പെയ്യുന്ന സമയത്ത് ഇത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവുകയോ ഒന്നും ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ല. ശരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് ആ ഒരു റഫ് മാറ്റ് ഫിനിഷ് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റാണ് സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ് ഷീറ്റുകൾ. ഇതാണ് ഷിംഗിൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കോൺക്രീറ്റ് റൂഫ് ചെയ്തിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ട്രസ് വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പകരം ഒരു സിമൻറ്റ് ബോർഡ് കൂടെ ഇതിനാവശ്യമായിട്ട് വരുന്നുണ്ട്. സെയിൻകോവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലാണ് ഈ പ്രൊഡക്റ്റുകളൊക്കെ വരുന്നത്. അമേരിക്കൻ ഷിംഗിൾസ് ആണത്. ഇതിലേക്ക് വരുമ്പോൾ ടെക്സാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയധികം വെറൈറ്റികൾ ഷിംഗിൾസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഷിംഗിൾസ് പൊതുവെ 2 ടൈപ്പാണ്. അസ്ഫാൾട്ട് ഷിംഗിൾസ് ആണ് ഇവിടെ KPGയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് ഈ അസ്ഫാൾട്ട് ഷിംഗിൾസ് എന്ന് പറയുന്നത്.
ഷിംഗിൾസ് വിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നോർമൽ ഡ്രസ് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ അടിയിൽ സിമൻറ്റ് ബോർഡ് വി ബോർഡ് എന്തെങ്കിലും വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഈ ഷിംഗിൾസ് നമ്മൾ വിരിക്കാറുള്ളത്. കോൺക്രീറ്റ് സർഫസ് ആണെങ്കിൽ, കോൺക്രീറ്റ് ചെയ്ത റൂഫ് ആണെങ്കിൽ അതിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ ഷിംഗിൾസ് വിരിക്കാൻ സാധിക്കും. മാത്രമല്ല ഇത് വിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ബ്രിക്ക് ബോണ്ട് പോലെയാണ് ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ചതിന് ശേഷം അല്പം ദൂരേക്ക് മാറിയിട്ടാണ് അടുത്ത പ്ലേസ് ചെയ്യുക. അങ്ങനെ ഒരു ബ്രിക്ക് വർക്ക് നമ്മൾ എങ്ങനെയാണോ പ്ലേസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഷിംഗിൾസും വിരിച്ചു പോവുക. 2 കളർ ഇതിവിടെ കാണിച്ചിരിക്കുന്നതാണ് സാമ്പിളിന് വേണ്ടിയിട്ട്. ഈ ഒരു കളറിൽ നമുക്ക് ചെയ്യാം, ഈ ഒരു കളറിലും ചെയ്യാം. ഇത് മാത്രമല്ല പല വെറൈറ്റിയിലും കളർ കോമ്പിനേഷൻസ് ഷിംഗിൾസിൽ അവൈലബിൾ ആണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഒരു ഷിംഗിൾസ് വിരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഹാഫ് പോർഷൻ നമുക്ക് ഇതേപോലെ ഓവർലാപ്പിംഗ് ആയിട്ട് വരും. ഈ കാണുന്ന ലൈന് വരുന്ന അത്രയും ഭാഗം ഓവർലാപ്പിംഗ് ആയിട്ടാണ് നമ്മൾ വിരിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ മേടിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പകുതിയോളം നമുക്ക് ഓവർലാപ്പിംഗ് ആയിട്ട് വരില്ലേ, അപ്പോൾ നമുക്ക് നഷ്ടമായിട്ട് വരില്ലേ. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പുറത്ത് കാണുന്ന ഇത്രയും ഭാഗം മാത്രമാണ് നമുക്ക് അതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട്, സ്ക്വയർ ഫീറ്റ് എമൗണ്ട് ആയിട്ട് കണക്കാക്കുക. അപ്പം ബാക്കി ഓവർലാപ്പിംഗ് ഈ പ്രൊഡക്റ്റിന് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വിരിക്കേണ്ട ഒരു സെറ്റപ്പ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തന്നെ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് റൂഫിങ്ങിൽ വരുന്ന വേറൊരു കിടിലം പ്രൊഡക്റ്റാണ്. ഒരുപാട് ആളുകൾ നിരന്തരം അന്വേഷിക്കുന്ന ഒരു സാധനം കൂടിയാണ്. ഇതിൻ്റെ പേരാണ് സാൻഡ്വിച്ച് പാനൽ. നോർമൽ നമ്മളൊരു മെറ്റൽ റൂഫ് ചെയ്യുമ്പോഴേ ഇതിൻ്റെ മുകളിൽ സൗണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഭയങ്കര ചൂട്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. എന്നാൽ സാൻഡ്വിച്ച് പാനൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു തെർമൽ ഇൻസുലേഷൻ കിട്ടുന്നു. എന്ന് വെച്ചാൽ പുറത്ത് ചൂടുണ്ടെങ്കിലും അകത്ത് നിങ്ങൾക്ക് ചൂട് ഫീൽ ചെയ്യൂല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിന് 30 mm തിക്നെസ് ആണ്. മുകളിൽ ഗാൽവലൂം ഷീറ്റാണ്, അതിൻ്റെ അടിയിൽ ഇതേപോലെ ഒരു സാൻഡ്വിച്ച് ലെയർ വരുന്നുണ്ട്. അതിനകത്ത് PIR എന്ന് പറയുന്ന മെറ്റീരിയൽ ഫോം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു വൈറ്റ് ഫിനിഷ്, ഒരു ഓഫ് വൈറ്റ് ഫിനിഷിൽ വരുന്ന GI ഷീറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ മുകളിൽ എത്ര ചൂട് വന്നാലും അടിയിൽ നമുക്ക് ചൂടൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ഷീറ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ ടെറസിൻ്റെ മുകളിലൊക്കെ പാറ്റിയോ സ്പേസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ആളുകൾ കൂടുതലായിട്ടും ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കേർഡ് വേർഷനാണ് വരിക. സ്റ്റിക്കർ പറിച്ചു കഴിഞ്ഞാലാണ് അതിൻ്റെ കറക്റ്റ് ഫിനിഷിലേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്കർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആ ഒരു സ്ക്രാച്ച് ഫീൽ വരുന്നത്. നേരെ സ്റ്റിക്കേഴ്സൊക്കെ പറിച്ചു കഴിഞ്ഞാൽ സ്ക്രാച്ച് ഫ്രീ ആയിട്ട് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് വിരിക്കാനും സാധിക്കും. ഇത്രയധികം റൂഫിംഗ് പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലായി. അതിന് ഇത് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറയണം എന്ന് തോന്നുന്നു. ഇപ്പോൾ ഓടുകളാണെങ്കിൽ, ഇത്തരത്തിലുള്ള ഓടുകളാണെങ്കിൽ നോർമൽ കേസിൽ നമ്മൾ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കും. കൂടുതലും കാർ ഗ്യാരേജുകൾ, കാർ പോർച്ചുകൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കുന്ന ആൾക്ക് ഉപയോഗിക്കാം. ഇനി വേറെ എന്തെങ്കിലും നമുക്കൊരു ഔട്ട് ഹൗസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇത് ഉപയോഗിക്കാം. വേറെ എവിടെയെങ്കിലും ഈ സാധനങ്ങൾ മെയിനായിട്ട് ഒരു ബിൽഡിങ്ങിനെ വീടാക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ വീടിന്റെ ലുക്ക് നമ്മളിപ്പോ ഒരു LKG കുട്ടിനോട് വീട് വരയ്ക്കാൻ പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് വരയ്ക്കും, അതിന്റെ മേലെ ഓടിട്ട ഒരു കൂരയും വരയ്ക്കും. ഏത് സാധനത്തിന്റെ മുകളിൽ ഈ ഒരു കൂര വന്നാൽ ലുക്കായി. ഇനിയിപ്പോ സ്റ്റോൺ കോട്ടഡിലേക്ക് വരികയാണ്. കുറച്ചുകൂടെ ഒരു യൂറോപ്യൻ ടച്ച് ആണ് അതിന് വരിക അല്ലെ. ഇപ്പൊ നമ്മുടെ ഒരു ആർക്കിടെക്ചറൽ അത്തരത്തിലുള്ള ഒരു യൂറോപ്യൻ സ്റ്റൈൽ ആണെങ്കിൽ നമുക്ക് സ്റ്റോൺ കോട്ടഡ് കൊടുക്കാൻ പറ്റും. കുറച്ചുകൂടെ ഒരു മോഡേൺ ലുക്കുള്ള വീടുകൾ, അതേ രീതിയിൽ ഡ്രസ് വർക്കിൽ ബേസ് ചെയ്ത് ചെയ്യുന്ന റൂഫുകളാണെങ്കിലൊക്കെ വളരെ നല്ലൊരു സൊല്യൂഷനാണ് ഈ സ്റ്റോൺ കോട്ടഡ് റൂഫിംഗ്. കാരണം അതൊരു ഡുവൽ ടോൺ കളർ ഷിംഗിൾസിന്റെ ലുക്ക് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി എക്സ്റ്റേണൽ കാർ പോർച്ചുകൾ, നിങ്ങൾ വീടിന് കുറച്ച് മാറിയിട്ട് കാർ പോർച്ച് ഉണ്ടാകുകയാണെങ്കിൽ കാർ പോർച്ചിന് നല്ല ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏറ്റവും നല്ലത് ഉപയോഗിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പണിയും കഴിയും, നമുക്ക് 2 ദിവസം കൊണ്ട് പണി തീർക്കാൻ സാധിക്കും. അതാണ് ആ ഒരു പ്രൊഡക്റ്റിന്റെ. പിന്നെ നമ്മൾ പുതുക്കി പണിയുന്ന വീടുകളുണ്ടല്ലോ, തറവാട് വീടുകളൊക്കെ പുതുക്കി പണിയും. ശരി, അപ്പൊ അതിന് ചിലപ്പോൾ ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. പണ്ടത്തെ തൂണുകളും കല്ലുകളൊക്കെ ആയിരിക്കും. ശരി, അപ്പോൾ അത് റീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ സ്റ്റോൺ കോട്ടഡ് ആണ് ഏറ്റവും അധികം. നല്ലൊരു പോയിന്റ് ആണ്. വലിയ വെയിറ്റ് കയറാത്ത രീതിയിൽ നിങ്ങൾക്ക് അപ്സ്റ്റെയർ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റ് ഉപയോഗിച്ചാൽ സ്ക്വയർ ഫീറ്റ് ഒരു 400 gram ഒക്കെയാണ് വെയിറ്റ് വരിക. അടുത്തേക്ക് വരികയാണെങ്കിൽ ഷിംഗിൾസ് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിന്റെ ഒരു ആപ്ലിക്കേഷൻ. ഷിംഗിൾസ് കൂടുതലും നമ്മളുടെ കോൺക്രീറ്റ് ചെയ്ത പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുള്ള സർഫസിലാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ എസ്പെഷ്യലി കർവ്ഡ് സർഫസ് അത്തരങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഷിംഗിൾസിന് ഒരു പ്യൂർലി ഒരു അമേരിക്കൻ ലുക്കാണ്. ശരി, ഒരു നിങ്ങൾ വിരിച്ച വീടുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, പക്കാ ഒരു 3D ലുക്കാണ്. കുറച്ചും കൂടെ ഒരു ഐ ക്യാച്ചിങ് ആയിട്ടൊരു നാച്ചുറൽ ലുക്കിംഗ് ഉള്ള ഒരു കളേഴ്സാണ്. കാരണം ആ ഡുവൽ ടോൺ വരുന്നത് കൊണ്ട് തന്നെ ഒന്ന് ഹൈയും ഒന്ന് ലോയും ഒരു കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് ആയിരിക്കും. കാണുമ്പോൾ നമുക്കൊരു എന്താ പറയുക, പെയിന്റ് അടിച്ച പോലെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ കളർ വെച്ചൊരു ഫീൽ കിട്ടൂല. ആ ഒരു പരിസ്ഥിതിക്ക് മാച്ചിങ് ആയിട്ട് നിൽക്കുന്ന ഫീൽ ആയിരിക്കും എപ്പോഴും. ആംഗിൾ കുറവുള്ള ഡ്രസ്സുകളിലൊക്കെ ഷിംഗിൾസ് ആയിരിക്കും കുറച്ചുകൂടെ കൂടുതൽ വാട്ടർ പ്രൂഫിങ്, കുറച്ചുകൂടെ ക്വാളിറ്റി. മറ്റെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇതിന്റെ ഇടയിൽ കൂടെ കറക്റ്റ് ഡ്രെയിൻ ഔട്ട് ആയി പോകാൻ ഏറ്റവും ബെറ്റർ ആയിരിക്കുന്നത് ഷിംഗിൾസ് ആയിരിക്കും. ഡോം സ്ട്രക്ചർ ആണെങ്കിൽ, വീടിന്റെ ആർക്കിടെക്ചറിൽ ഡോമുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ, പള്ളികളൊക്കെ ആണെങ്കിൽ ഷിംഗിൾസ് ആയിരിക്കും ഏറ്റവും നല്ലത് അല്ലേ. കുറച്ചുകൂടെ വരികയാണെങ്കിൽ ഈ നമ്മുടെ സാൻഡ്വിച്ച് പാനലിലേക്ക് വരികയാണെങ്കിൽ
ഇതിന്റെ യൂസ് കേസുകളൊന്നും ആളുകൾക്ക് പറഞ്ഞു. സാൻഡ്വിച്ച് പാനൽ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ചൂടിനെ ചെറുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടെറസിന്റെ മുകളിൽ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ വലിയൊരു ലിവിങ് ഏരിയ അല്ലെ വലിയൊരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും സജസ്റ്റ് ചെയ്യുക സാൻഡ്വിച്ച് പാനലാണ്. കാരണം ഷീറ്റിനെ പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് പോകാനും പറ്റും, എന്നാൽ ചൂട് വളരെ നല്ല രീതിയിൽ ചെറുക്കാനും പറ്റും. നമ്മുടെ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടീസ്, അതേപോലെ സ്കൂളുകൾ, ദേവാലയങ്ങൾ, ഇങ്ങനത്തെ എല്ലാ പ്രൊജക്ട്സിലും കൂടുതലും നമ്മൾ സാൻഡ്വിച്ച് പാനൽസ് ആണ് യൂസ് ചെയ്യുന്നത്. മലബാർ ഏരിയാസിലേക്ക് സെപ്പറേറ്റ് ഒരു കിച്ചൺ എടുക്കുകയും ചെയ്യും. അപ്പൊ അതൊരു ഷെഡ് ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്കൊക്കെ ഈ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണ്. ഇത് ആക്ച്വലി ഫുഡ് ഗ്രേഡ് പ്രൊഡക്റ്റ് ആണ്. ഫുഡ് ഗ്രേഡ് ആണ്. അതെ, FM അപ്രൂവലൊക്കെ ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിനാക് എന്ന് പറഞ്ഞ കമ്പനിയുടെ സാൻഡ്വിച്ച് പാനലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കിച്ചൺ പർപ്പസിനും എല്ലാ പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ നമുക്കൊരു ബഡ്ജറ്റിന്റെ വയസ്സിൽ ഒരു ഓർഡർ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രൈസ് സ്ക്വയർ ഫീറ്റിന് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ്, ഏറ്റവും അഫോർഡബിൾ ആയിട്ട് വരുന്നത് എപ്പോഴും സെറാമിക് റൂഫ് ടൈൽസ് തന്നെയാണ്. സെറാമിക് അതൊരു നമ്മൾ ചൈനീസ് ബ്രാൻഡ് ഒക്കെ തൊട്ടാണെങ്കിൽ ഒരു 50 rupees മുതൽ 350 വരെ പല കാറ്റഗറിയിലായിട്ട് റേഞ്ച് അങ്ങനെ പോകുന്നത്. അടുത്തൊരു സ്റ്റെപ്പിൽ വരികയാണെങ്കിൽ നമ്മുടെ ഷിംഗിൾസ് ആയിരിക്കും. നെക്സ്റ്റ് ഒരു കാറ്റഗറിയിൽ നെക്സ്റ്റ് വരികയാണ് സ്റ്റോൺ കോട്ടഡ് ആയിരിക്കും. ഒന്ന് മുകളിലേക്ക് വരും. അതിന്റെ തൊട്ട് മുകളിൽ വരെ നമ്മുടെ റെഡ് ക്ലേ പ്രൊഡക്ട്സ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ബാക്കിൽ കണ്ട തുർക്കിഷ് സീരീസ്, അതേപോലെ ഇന്തോനേഷ്യന് ഇത്തരത്തിലുള്ള സീരീസുകൾ, അതേപോലെ മ്യൂണിക്, ഇങ്ങനത്തെ സീരീസ്. റെഡ് ക്ലേ ആണ് കുറച്ചും കൂടി ഒരു കൂളിങ്ങും കുറച്ചുകൂടി ഒരു പ്രൗഡിയും ഒക്കെ ഉള്ള ഒരു കുറച്ചൊരു സെലക്റ്റീവ് ആയിട്ടുള്ള മോഡൽസ് ആണ്. പിന്നെ ഏകദേശം അതേ റേഞ്ചിൽ തന്നെയാണ് നമ്മുടെ സാൻഡ്വിച്ച് പാനൽ. സാൻഡ്വിച്ച് പാനൽ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ അങ്ങനെയാണ് ഏകദേശം. അതിന്റെ മുകളിൽ നമ്മളുടെ കുറച്ചുകൂടെ ഫ്രഞ്ച് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന്റെ കൂടെ വേറെയും കുറെ ഐറ്റംസ് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഹിപ്പ്, അതിന്റെ വാലി, ആക്സസറീസ്, അതേപോലെ റെയിൻ കട്ടേഴ്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളിലുണ്ട്. ഇത് ഈ വീടിൻ്റെ ഹൗസ് ഓണറാണ് ഔലക്കാൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാനിന്ന് ഓടുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആളുകളായിട്ട് സംസാരിക്കുകയാണ്. നിങ്ങളെ സെറാമിക് ഓട് നിങ്ങളായിരുന്നാണ് ഇത് പർച്ചേസ് ചെയ്തെന്നുള്ള കാര്യം എന്ന് പറയും. KPG നാദാപുരം റൂഫിംഗ് നാദാപുരം. അവിടെ നിന്നാണ് നമ്മളൊരു ഓട് വെക്കുന്നതിൻ്റെ മുന്നേ പല ടൈപ്പ് ഓട് നമ്മൾ കണ്ട് നമ്മളെ പറ്റിയ ഒരു ഓടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇത് വെച്ചതിന് ശേഷം നിങ്ങളൊരു എക്സ്പീരിയൻസ് അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്തോ? അതായത് അവരെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ നന്നായി. അതുപോലെ റൂഫിങ്ങിൻ്റെ ഈ ഓട് വളരെ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കും മറ്റുള്ളവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മൾ പറയുന്ന സമയത്ത് ഡെലിവറി ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ടോ? അതെല്ലാം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ ആണ്. അത് സർവീസിൻ്റെ കാര്യത്തിലൊന്നും ഒരു പ്രശ്നമില്ല, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോയി മുന്നോട്ട്. അതെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ പോയിട്ട് എന്താക്കാം, സാധനം സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഇത് വിരിക്കുന്ന ലേബേഴ്സിന് എവിടെ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങളൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ലേബേഴ്സിന്റെ ഒക്കെ കോൺടാക്ട് ചെയ്യും. സാധാരണ നമ്മൾ ഓരോ ഏരിയയിലും അതത് ഏരിയയിലുള്ള കുറച്ച് ലേബേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ കസ്റ്റമറായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും. അത് കസ്റ്റമർക്ക് തന്നെ ഡയറക്റ്റ് അവരായിട്ട് ഇന്ററാക്ട് ചെയ്ത് ചെയ്യുകയും ചെയ്യാം. ഞങ്ങൾ മിഡിൽമാൻമാരായിട്ട് നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പ്രൊഡക്റ്റിന്റെ ഒക്കെ വാറന്റി ഒക്കെ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് അല്ലേ? അതെ, നമ്മൾ ഓൾമോസ്റ്റ് ബ്രാൻഡഡ് എല്ലാ പ്രൊഡക്ട്സിനും വാറന്റി ഉണ്ട്. ഷിംഗിൾസിനാണെങ്കിൽ എല്ലാം നമ്മൾ വാറന്റി പ്രൊവൈഡ് ചെയ്യുന്നു. സർവീസിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കോൺഫിഡന്റ് അല്ലേ? നല്ല സർവീസ് തന്നെ ആളുകൾക്ക് കൊടുക്കാന്നുള്ള കാര്യം. നമ്മുടെ എല്ലാ ഷോറൂമിലും അത്യാവശ്യം പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളുകൾ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ ഏത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാനും അവർക്ക് വേണ്ട ഐഡിയൽ പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചാൽ അത് പറഞ്ഞു കൊടുക്കാനും നമ്മുടെ ടീമിന് പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഒരു വില്ലാ പ്രൊജക്റ്റിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഓട് ഒരു പുതിയ ടൈപ്പ് ഓടായതുകൊണ്ട് അത് ഇത് ഏത് ഓടാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് KPG റൂഫിങ്ങിലാണ്. നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്ന ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസുകൾ കാണാൻ സാധിക്കുന്ന ഒരു ഷോറൂം എന്നുള്ള രീതിയിലാണ് ഇന്ന് നമ്മൾ KPG റൂഫിങ്ങിൽ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആർക്കെങ്കിലും റൂഫിംഗ് മെറ്റീരിയൽസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാമല്ലോ അല്ലേ? ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.